ഹലോ, ലാ ഷീൽഡിൻ്റെ മാറ്റി ജെൽ സൺസ്ക്രീനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് SPF 40 PA3+ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 50 ഗ്രാംസിന് 750 റുപ്പീസാണ്. ഓൺലൈൻ പർച്ചേസ് ആണെങ്കിൽ ഓഫറിൽ നമുക്ക് മേടിക്കാൻ സാധിക്കും. ലാ ഷീൽഡ് അവകാശപ്പെടുന്നത് ബ്രോഡ് സ്പെക്ട്രം UVA UVB റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ തരുമെന്നാണ്. കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ 40+ സൺസ്ക്രീൻ ഒരിക്കലും തരാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് നമ്മൾ എന്തായാലും 50+ സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. SPF 50+ സൺസ്ക്രീനിൽ നിന്ന് മാത്രമേ നമ്മുടെ സ്കിന്നിന് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. ലാ ഷീൽഡ് സൺസ്ക്രീൻ ജെൽ കംപ്ലീറ്റ്ലി ഓയിൽ ഫ്രീ ആണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇതൊരു ഓയിൽ ഫ്രീനെസ് നമ്മുടെ സ്കിന്നിന് തരുന്നില്ല. ഒരിക്കലും ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. മാത്രമല്ല, ഇതൊരു സൺസ്ക്രീൻ ജെല്ലാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു ക്രീമി ടെക്സ്ചറാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ലാ ഷീൽഡ് സൺസ്ക്രീനിൻ്റെ നല്ലൊരു വശം പറയുകയാണെങ്കിൽ ഇത് സ്കിന്നിലോട്ട് ഈസിലി ബ്ലെൻഡബിൾ ആവും. മാത്രമല്ല, ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും വിത്തിൻ ഒരു 30 മിനിറ്റ്സ് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ്ഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഫൗണ്ടേഷൻ ടെക്സ്ചർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കെമിക്കൽ സൺസ്ക്രീൻ അലർജിക് ആയിട്ടുള്ള സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഈ ഒരു സൺസ്ക്രീൻ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ലാ ഷീൽഡ് അവകാശപ്പെടുന്നത് ലാക്ടേറ്റിംഗ് ലേഡീസിനായാലും പ്രഗ്നൻറ്റ് ലേഡീസിനായാലും ഇത് യൂസ് ചെയ്യാം എന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലാ ഷീൽഡ് സൺസ്ക്രീനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു സൺസ്ക്രീൻ റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ബൈ.